നവ്യ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് മുറിയിൽ കിടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കനകവും നയനയും കൂടി വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. കനകൻ ചോദിക്കുന്നുണ്ട്, നവ്യ മോളെ, മോക്ക് എന്താ പറ്റിയേ? മോളൊന്ന് എഴുന്നേറ്റിരുന്നേ, എന്താ പ്രശ്നം, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസും ഡെയിലി റിവ്യൂസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിന് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ലൈക്ക് കൂടെ ഒന്നും ചെയ്യണം കേട്ടോ. അങ്ങനെ വന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയാണ്, എനിക്കൊരു കുഴപ്പമില്ലമ്മേ, ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, അല്ല ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു വിഷമം കാണുന്നുണ്ടല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും നയനെ, അത് പിന്നെ നിനക്കറിയാലോ അബിയുടെ സ്വഭാവം, അബി ഇപ്പോൾ പോകുന്ന പോക്ക് തന്നെ ശരിയല്ല, മിക്കവാറും രാത്രിയിൽ കുടിച്ചിട്ടൊക്കെയാണ് വരുന്നത്, എന്നോടൊന്ന് മിണ്ടാറ് പോലും ഇല്ല, അവൻ്റെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത്, ആ ഒരു പരിഗണന പോലും എനിക്ക് തരാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് തന്നെ പറഞ്ഞത് നീ കേട്ടതല്ലേ, അവൻ്റെ കുട്ടിയല്ല ഇതെന്ന്, അത്രയ്ക്കും ദുഷ്ടമായൊരു മനസ്സാണ് അവൻ്റെ എന്നൊക്കെ പറയാണ്. നയന പറയുന്നുണ്ട്, അതൊന്നും സാരല്ലേ ചേച്ചി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമല്ലേ, അബി അങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാവുന്നതല്ലേ, പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ മാറ്റി ചേച്ചിയുടെ വഴിക്ക് കൊണ്ടുവരണം, അതേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും കനകൻ പറയുന്നുണ്ട്, അതിനെങ്ങനെ സമ്മതിക്കാനാ, അവളുണ്ടല്ലോ ആ ജലജ, അവളിവിടെ ഉള്ളിടത്തോളം കാലം ആ പയ്യനെ നന്നാവാൻ അവൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, അതൊക്കെ ശരിയാവും ചേച്ചി, ചേച്ചി വിഷമിക്കാതെന്ന് പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവൾ അബിയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി കൂടിയില്ല, രാത്രിയിൽ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നതും കണ്ടു, രാവിലെ ആയപ്പോഴേ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഈ അവസരത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവാനും എൻ്റെ എല്ലാ കാര്യങ്ങളും തിരക്കാനും ഒക്കെ അവന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് എന്തുമാത്രം സന്തോഷമായിരിക്കും എന്നവൾ പറയുന്നുണ്ട്. നയനെ പറയാണ്, ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അബിയുടെ സ്വഭാവം തന്നെ ചേച്ചിക്ക് അറിയാലോ, ഒന്നാമതേ അബി ചേച്ചീനെ വിവാഹം കഴിച്ചു തന്നെ വലിയ കാശുള്ള വീട്ടിലെ പെണ്ണാന്നറിഞ്ഞിട്ടാ, അതല്ലെന്നറിഞ്ഞപ്പോൾ തന്നെ ചേച്ചീനെ അവൻ ഒഴിവാക്കാൻ എത്ര കണ്ട് ശ്രമിച്ചതാ, അതൊന്നും നടക്കാഞ്ഞപ്പോൾ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ട് പോകാൻ വരെ അവൻ ശ്രമിച്ചില്ലേ, പിന്നെ ഇതൊക്കെയാണോ അവൻ ചെയ്യാൻ പാട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, ആ നിർമ്മലിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്, അബി തന്നെയാണോ അതിൻ്റെ പിന്നിലെന്ന്. നയനെ പറയാണ്, ചേച്ചിക്ക് സംശയമല്ലേ ഉള്ളൂ, എനിക്കത് ഉറപ്പാണ്, നിർമ്മലിൻ്റെ കാര്യത്തിന് പിന്നിൽ അവൻ തന്നെയാ, എനിക്ക് ഉറപ്പാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയാണ്, അതെങ്ങാണം അവനാന്ന് ഞാൻ അറിയുന്ന നിമിഷം അവനെ വെച്ചേക്കില്ല എന്ന് പറയുന്നുണ്ട്. ജലജ കനകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ, ഈ നിർമ്മലിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ടായിരുന്നോ, ഗർഭത്തിൻ്റെ കാര്യം നിങ്ങൾ മറച്ചു വെച്ചു, ഈ നിർമ്മലിൻ്റെ കാര്യമെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യില്ലേ, അതെങ്ങനെ ഒരു കാര്യം നിങ്ങൾ രണ്ടും എന്നോട് പറയില്ലല്ലോ, ഞാൻ നിങ്ങളുടെ അമ്മയാണെന്ന് പോലും നിങ്ങൾക്കൊരു ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും നയനെ പറയാണ്, അമ്മേ ഞാനത് ആദർശേട്ടനോട് പറഞ്ഞില്ലേ, ആദർശേട്ടൻ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വലിയ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ പോയി, അല്ലെങ്കിൽ അബിയുടെയൊക്കെ പ്ലാനിങ് ഈ ഒരു കാര്യം പറഞ്ഞാൽ ചേച്ചിനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളതായിരുന്നു, കൃത്യസമയത്ത് തന്നെ ചേച്ചി വിശേഷം അറിയിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നവും മാറിക്കിട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആദർശേട്ടൻ നിർമ്മലിനെ വിടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവനെ പിടിച്ച് ജയിലിലിട്ട് നല്ല ഇടി കൊടുക്കണമെന്നാണ് മുത്തശ്ശൻ്റെ ഓർഡർ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അബിയെ പിടിക്കാൻ തന്നെയാ, എത്രയും പെട്ടെന്ന് ഇടി കിട്ടാൻ പോകുന്നതും അവന് തന്നെ ആയിരിക്കുമെന്ന് പറയാൻ കേട്ടോ. എങ്ങനെയെങ്കിലും അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരണം മകളെ എന്നിങ്ങനെ മോളെ എന്ന് കനകം പറയുന്നത് അവള് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ജലജേട്ടോ. ജലജ ഇങ്ങനെ ശ്രദ്ധിച്ച് ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ് ഇവരെന്താ പറയുന്നതെന്ന്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട്, മോളെ അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അമ്മയും മകനും തമ്മിൽ തെറ്റിക്കണം. അപ്പോഴേക്കും അത് കേൾക്കാതെ ജലജ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ദുഷ്ടത്തി പറഞ്ഞു കൊടുക്കുന്ന കേട്ടില്ലേ, സ്വന്തം അമ്മേനെയും മകനും തെറ്റിക്കാൻ. കനകം പറയുന്നുണ്ട്, ഒരിക്കലും ഒരു അമ്മയും മകളോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, അമ്മയും മകനെ തെറ്റിക്കാൻ. അതിന് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്, ഈ വീട്ടിലുള്ള ബാക്കി ആർക്കെങ്കിലും അവളുടെ മോൻ്റെ സ്വഭാവം ഉണ്ടോ, എല്ലാവരും നല്ലവരാ, അബി അങ്ങനെ ആവാനുള്ള കാരണം തന്നെ ജലജയാ, സ്വന്തം അമ്മയുടെ സ്വഭാവത്തിൻ്റെ മഹിമ കണ്ടായിരിക്കും മക്കൾ പഠിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ, ഇതിപ്പം അവൻ പഠിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മയുടെ സ്വഭാവം കണ്ടാ, അതുകൊണ്ടാ അവൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ തെറ്റിലേക്ക് എന്ന് ചാടുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പോകുമ്പം സ്വന്തം മകനോട് മോനെ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ ജലജ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റിലേക്ക് പോ എന്ന, അതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ഓരോ തെറ്റുകൾ ചെയ്യുന്നത്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവർ തമ്മിലുള്ള ബന്ധവും നിന്നാൽ തന്നെ ആ ചെറുക്കൻ നന്നാവുമെന്ന് കനകം പറയുകയാണ്.
നവി പറയാണ് അതിന് നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോൾ അബിയെ സ്നേഹം കൊണ്ട് അങ്ങ് മൂടണം. അത് മാത്രമല്ല ജലജനെ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. മോളുടെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് അവൻ മനസ്സിലാക്കണം. സ്നേഹിച്ച് ഈ ലോകത്ത് അവന് മറ്റാരും കൊടുക്കാത്ത സ്നേഹം എൻ്റെ മോള് കൊടുക്കണം. അപ്പോൾ അവന് മനസ്സിലാവും മോളാണ് അവൻ്റെ എല്ലാം എന്ന്. അമ്മ പറഞ്ഞിരുന്നൊന്നും ഇനി മുതൽ കേൾക്കണമെന്നും അവൻ തീരുമാനിക്കും എന്നൊക്കെ കനകം അവളോട് പറഞ്ഞു കൊടുക്കുന്നത് അവിടെ നിന്ന് ഒളിഞ്ഞ് ജലജ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ജലജ അവിടെ നിന്ന് മാറിയിട്ട് പറയാണ്, കനകെ നിന്റെ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ലടി. എന്നെയും എൻ്റെ മകനെ തമ്മിൽ തെറ്റിക്കാനല്ല നിന്റെ പ്ലാന്. ഞാൻ കാണിച്ചു തരാം ആര് തമ്മിൽ തെറ്റാൻ പോകുന്നതെന്ന്. നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നിന്റെ മക്കളും അവരുടെ ഭർത്താക്കന്മാരോട് തെറ്റി രണ്ടവളുമാരെയും കൊണ്ട് നീ കൈപിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ ജലജ കാണിച്ചു തരാം എന്നിങ്ങനെ ശക്തമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് കനകം പറയാണ്, മോളെ ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. മോളുടെ ഓരോ വിഷമങ്ങളും അതെല്ലാ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് മോള് ഒട്ടും സങ്കടപ്പെടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കനകം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നയന ചേച്ചി ഉറങ്ങിക്കോ, ഞാൻ അടുത്തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ വേണ്ട നയന നീ പോയിക്കോ, നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇനി നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കാര്യം നോക്കാനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനിയെങ്കിലും ഞാൻ മെച്ചൂരിട്ട് പെരുമാറണ്ടേ. ഒരു കുട്ടിയുടെ അമ്മയാകാനൊക്കെ പോവല്ലേ. പിന്നെ എൻ്റെ പുറകെ നീയും കാണണം. ഇതുപോലെ വിശേഷം അറിയിച്ചുകൊണ്ട് നീ എന്നെ ഇതുപോലെ നോക്കുന്നത് പോലെ തന്നെ എനിക്ക് നിന്നെ നോക്കണം എന്നൊക്കെ നവ്യ സ്നേഹത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ കനകം പറയാണ്, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ല. എൻ്റെ രണ്ട് മക്കളും പരസ്പരം അന്യോന്യം നല്ല സ്നേഹത്തിലാണല്ലോ. അത് തന്നെ മതി. ഈ അമ്മയില്ലെങ്കിലും ഒരാളുടെ കാര്യം ഒരാളെ നോക്കി നിന്നോളൂല്ലോ എന്നൊക്കെ കനകം പറയുന്നുണ്ട്. അങ്ങനെ നയനയും കനവും കൂടി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് നവ്യ അവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ. അബിയുടെ ഏറ്റവും വലിയ പോരായ്മയും അബിയുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യത്തിന് കാരണവും അവൻ്റെ അമ്മ തന്നെയാ. എത്രയും പെട്ടെന്ന് അവൻ്റെ അമ്മയുമായിട്ട് അവനെ അകത്തണം. അങ്ങനെയെങ്കിലും മാത്രമേ അവനെ എൻ്റെ ഭർത്താവായിട്ടും എൻ്റെ കുട്ടിയുടെ നല്ലൊരു അച്ഛനായിട്ടും എനിക്ക് കിട്ടുള്ളൂ. ഈ കുടുംബത്തിലുള്ള മറ്റെല്ലാവരും തന്നെ നല്ല ഗുണങ്ങളുള്ളവരാ. ഇല്ലാത്തത് ആ അബിക്കും ജലജയ്ക്കും മാത്രമാ. രണ്ടെണ്ണത്തിനെയും വരച്ച് വരയിൽ നിർത്തണം. അങ്ങനെ അബിയെ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരണം. അബി ഞാൻ പറഞ്ഞ എന്തോ അനുസരിക്കുന്നവനാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവം ഞാൻ പെട്ടെന്ന് മാറ്റിയെടുക്കും. അങ്ങനെയൊക്കെ അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. ഇതേ സമയത്ത് കനകവും നയനെ പറഞ്ഞുകൊണ്ട് പോവാണ്. നയന പറയുന്നുണ്ട്, അമ്മ ചേച്ചിയോട് അങ്ങനെ പറഞ്ഞു കൊടുക്കണമായിരുന്നോ? സ്വന്തം അമ്മേനെ മിണ്ടണ്ടെന്ന് പറയണമായിരുന്നു ചോദിക്കുമ്പോൾ കനകം പറയുന്നുണ്ട്, വേറെ ഒരാളോടാണെങ്കിലും ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു മോളെ. പക്ഷെ ഇത് ആവശ്യമായ കാര്യമാണ്. കാരണം അബി അവൻ്റെ അമ്മയിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ നല്ലൊരു ജീവിതം നവ്യമോക്ക് ഉണ്ടാവുള്ളൂ. അബിയുടെ സ്വഭാവത്തിലും കാര്യമായ മാറ്റം ഉണ്ടാവുള്ളൂ. നവ്യ ഓരോ തവണ പറഞ്ഞിട്ടില്ലേ ഓരോ പ്രശ്നങ്ങൾ അബി വീട്ടിലുണ്ടാക്കുന്നത്. എന്തൊക്കെ കള്ളത്തരങ്ങൾ അവൻ കാണിച്ചു കൂട്ടുന്നേ. കൊല്ലാൻ പോലും മടിയില്ലാത്തവനവൻ. അതുകൊണ്ട് തന്നെ അവനെ സൂക്ഷിക്കണം. അവൻ്റെ ഈ ദൂഷ്യ സ്വഭാവങ്ങൾ കാരണം അവൻ്റെ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വൻമരത്തെ മുറിച്ച് മാറ്റിയേ പറ്റുള്ളൂ. വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരം അതേതാണെങ്കിലും വെട്ടിക്കളഞ്ഞേ പറ്റുള്ളൂ. അത് പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് നയനയോട് കനകം പറയുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ടൊന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.